എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതുവും പല്ലവിയും കൂടെ ശ്രീഹരിയുടെ അരികിലേക്ക് വരുവാണ്. ഈ സമയത്ത് ശ്രീഹരി ഇങ്ങനെ കണ്ണടച്ച് കിടക്കുക. പിന്നീട് ശ്രീഹരിയോട് വിളിച്ചിട്ട് ചോദിച്ചു, എടാ എങ്ങനെയുണ്ട്, വേദന കുറവുണ്ടോന്ന് ചോദിക്കാം. വേദന കുറവുണ്ട് സേതുവേട്ടാ, പക്ഷെ മനസ്സിന്റെ വേദന അതങ്ങോട്ട് മാറുന്നില്ലെന്ന് പറയാണ്. അച്ഛന് ഭയങ്കര വിഷമായി. അച്ചു പറഞ്ഞു, എന്റെ പേരെഴുതിയ ദിവസം തന്നെ ആ ഓട്ടോറിക്ഷ കത്തി നശിച്ചല്ലോ, അത് ഓർത്തിട്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ലെന്ന് പറയാം. സേതു പറഞ്ഞു, വിഷമിക്കില്ലേ, കേസ് എടുത്തിട്ടുണ്ട് നിരഞ്ജന മാഡം, അന്വേഷിക്കുകയും ചെയ്യും, ഉറപ്പായിട്ടും ആരാണെങ്കിലും അത് കണ്ടെത്തുകയും ചെയ്യും. പോരാത്തിന് കേസിന് ബലം കിട്ടാനായിട്ട് കൊലപാതക ശ്രമം കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു പറയാം. പല്ലവി പറഞ്ഞു, അത് ശരിയാ, ഒരു നല്ലൊരു കാര്യം തന്നെയാ. അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ ആരാണെങ്കിലും പിടിക്കപ്പെടും, അവരകത്ത് കിടക്കുക തന്നെ ചെയ്യുമെന്ന് പറയാം. ഇത് കേട്ടതും ശ്രീഹരി പറഞ്ഞു, സേതുവേട്ടാ എനിക്ക് സങ്കടമൊന്നും ഇല്ലാന്ന് പറയാം, എനിക്കറിയാലോ സങ്കടമില്ലെന്ന്. നീ എന്ത് പരിപാടിയെ കാണിച്ചേ, നീ എന്തിനാ ഓട്ടോറിക്ഷ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്തേക്ക് പാഞ്ഞു തന്നേ? നിനക്ക് അതിന്റെ കാര്യം വല്ലതും ഉണ്ടായിരുന്നെന്ന് ചോദിക്കുക. എന്തേലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ? സേതുവേട്ടാ എന്റെ ജീവനാത്, എനിക്കത് വെറും ഒരു ഓട്ടോറിക്ഷ മാത്രമല്ല, എന്റെ ജീവനാന്നുള്ള കാര്യം അറിയാലോ. അത്രമാത്രം ഞാൻ കരുതലോടുകൂടിയാ പോയിക്കൊണ്ടിരുന്നേ, അവസാനം എല്ലാം തകർന്നു പോയില്ലേ. ചിലപ്പം വേറുള്ളവർക്ക് ഒരു ഓട്ടോറിക്ഷ പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല, ഞാനത് ജീവന് തുല്യ സ്നേഹിച്ച എന്നൊക്കെ പറയണം. ശ്രീഹരിയുടെ വിഷമം സേതുവിന് മനസ്സിലായി. പിന്നീട് സേതു പറഞ്ഞു, ഞങ്ങൾ പുറത്തുണ്ടായിരിക്കും, എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറയണം. ശരിയെന്ന് പറയണം. അങ്ങനെ സേതുവും പല്ലവിയും കൂടെ പുറത്തേക്ക് പോകണം. അങ്ങനെ അവർ പുറത്തു പോയി നിൽക്കുന്ന സമയത്ത് അച്ചു ശ്രീഹരിയുടെ അടുത്തേക്ക് വന്നു. ശ്രീഹരിയോട് പറഞ്ഞു, എന്ത് പരിപാടി ശ്രീഹരി കാണിച്ചേ? ഓട്ടോറിക്ഷ കത്തിപ്പോവായിരുന്നു, പോയിക്കോട്ടെ എന്ന് വിചാരിച്ചേനം. ശ്രീഹരിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലോ, പിന്നെ എനിക്ക് ആരുണ്ടെന്ന് ചോദിക്കുക. ശ്രീഹരി പറഞ്ഞു, അച്ചു നീ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ അനാഥന, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആരും ചോദിക്കാനോ പറയാനും വരത്തില്ല. പിന്നെ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, പണം ഇല്ലാത്തവന് ഒന്നും അല്ലെന്നുള്ള കാര്യം. എൻ്റെ കുറച്ച് പണമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു പറയാം. പെട്ടെന്ന് അച്ചു ചോദിച്ചു, ശ്രീഹരി എന്താ ഇങ്ങനത്തെ വർത്താനമൊക്കെ പറയണേ, എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെന്ന് ചോദിക്കാം. പിന്നെ അല്ലാതെ ഞാൻ എങ്ങനെ ചിന്തിക്കണം അച്ചു, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പക്ഷേങ്കില് എല്ലാരും കൂടെ കൂടിയിട്ടുള്ള പണിയായിരിക്കും ഇത്. പൊന്നുമടത്ത് കയറ്റി വണ്ടി ഇടാൻ നേരത്ത് വണ്ടി ഇടണമെന്ന് പറഞ്ഞു, ഞാനതുകൊണ്ടാ പുറത്ത് പാർക്ക് ചെയ്തേ. അവര് പറഞ്ഞിട്ട് ഞാൻ അനുസരിക്കുകയും ചെയ്തതല്ലേ, പിന്നെ എന്തിനാ എന്നോട് ഈ ചതി ചെയ്യാനായിട്ട് പോയത്? ആർക്കും ഞാനത് രോഗം ഇതുവരെയായിട്ടും ചെയ്യാനായിട്ട് പോയിട്ടില്ലോ. പെട്ടെന്ന് അച്ചു ചോദിച്ചു, പൊന്നുമടത്തിലുള്ളവർ ചെയ്തെന്നാണോ ഈ ശ്രീഹരി വിശ്വസിക്കണമെന്ന് ചോദിക്കാം. ശ്രീഹരി പറഞ്ഞു, അതേലോ, എനിക്ക് സ്വത്തും പണമൊന്നുമില്ല, അതുകൊണ്ടായിരിക്കുമല്ലോ അവരിങ്ങനെയൊക്കെ ചെയ്തേ. അവർക്ക് പറ്റിയൊരു മരുമാനല്ലല്ലോ ഞാൻ, ഒരിക്കലും അച്ചുവിന് പറ്റിയൊരു ഭർത്താവുമല്ല ഞാൻ. എനിക്ക് അതിന് മാത്രം പറയാണ്ട് തറവാടുത്തോ അല്ലെങ്കിൽ കുടുംബ മഹിമയോ അച്ഛനോ അമ്മയോ ബന്ധുക്കളോ ആരുമില്ല. അപ്പൊ അവർക്കൊക്കെ അത് നാണക്കേടല്ലേന്ന് ചോദിക്കും. ഇങ്ങനെയൊന്നും പറയില്ല ശ്രീഹരി, ശ്രീഹരിക്ക് ഞാനില്ലേ, ശ്രീഹരിക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാനുണ്ടാവും ശ്രീഹരിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ശ്രീഹരി എന്റെ ജീവനായിപ്പം. ഇതൊക്കെ പറഞ്ഞിട്ട് ശ്രീഹരിനെ അച്ചു ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ശ്രീഹരിക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു മനസ്സ് നിറയെ ഉണ്ടായിരുന്നേ. പിന്നീട് നിരഞ്ജനാമാടും പോലീസുകാരും ഓട്ടോ കത്തിയന്റെ അടുത്തേക്ക് വരുവാണ്. അങ്ങനെ ഓട്ടോ കത്തിയന്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുക്കുകയാണ്. അതിനുശേഷം നേരെ പുന്നമ്പടത്തിലേക്ക് കയറി ചെല്ലുന്നത്. അങ്ങനെ കയറി ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഋതു വന്ന് കഥവ് തുറക്കുവാണ്. പിന്നീട് നിരഞ്ജനമ്മയുടെ അകത്തേക്ക് കയറി. ആ സമയത്ത് പൂർണിമ സ്വാതിയും അങ്ങോട്ടേക്ക് വന്നു. 3 പേരെ കുറെ സമയം ഒന്ന് നിരീക്ഷിച്ചിട്ട് പറഞ്ഞു, സത്യം പറയുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. നിങ്ങളറിയാതെ പുറത്ത് ആ ഓട്ടോറിക്ഷ കത്തിലെന്നുള്ള കാര്യം ഉറപ്പാ. നിങ്ങൾക്ക് അല്ലേ അവരുടെ ശത്രുതയുള്ള ശ്രീഹരിയോട്. ഇത് കേട്ടതും പൂർണ്ണം പറഞ്ഞു, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല മാഡം എന്ന് പറയണം. ചെയ്തിട്ടില്ല, അത് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുമെന്ന് ചോദിക്കാം. അത് പിന്നെ നീ പറയാം, അത് പിന്നെ എങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പൂർണ്ണിമ നിൽക്കുന്ന സമയത്ത് നിരഞ്ജന പറഞ്ഞു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് അവനോട് ശത്രുത ഇല്ലായിരുന്നോ? നിങ്ങൾ ഓട്ടോറിക്ഷ കത്തിക്കുമെന്നൊക്കെ വെല്ലുവിളിച്ചല്ലേന്ന് ചോദിക്കും. അത് ശരിയാ മാഡം, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, അത് അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് പറഞ്ഞ എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങനെ അങ്ങോട്ട് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒന്നുമല്ലെങ്കിലും എന്റെ അച്ഛൻ്റെ ഭർത്താവല്ലേ അവന്. അതൊക്കെ നിങ്ങൾ ഈ പറച്ചിൽ മാത്രമല്ലേ ഉള്ളൂ. ഋതു പറഞ്ഞു, ഞങ്ങൾക്കാർക്കും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനാ ചെയ്യുന്നേ? ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തിരുന്ന ഗേറ്റിന് വെളിയിലല്ലേ, പിന്നെ ഞങ്ങൾക്ക് ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറയണം. നിങ്ങളിൽ ആരോ വിദഗ്ധമായിട്ട് കള്ളത്തരം പറയുന്നുണ്ട്, ആരാണെങ്കിലും കണ്ടുപിടിച്ചോളാം. ഇത് വെറുതെ ഉള്ളൊരു വരവല്ല, ഉറപ്പായിട്ടും പോലീസിന്റെ പിടിയിൽ അകപ്പെട്ടു. വധശ്രമത്തിനാ ഞാൻ കേസെടുക്കുന്നത്, വെറുതെ നിസ്സാര കാര്യത്തിനൊന്നും അല്ല. ശ്രീഹരിക്ക് നന്നായിട്ട് പൊള്ളിലേറ്റിട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നേ. ഭാഗ്യം കൊണ്ട് അവൻ രക്ഷപ്പെട്ട് പോന്നിരിക്കുന്നത്. ഈ സമയം സാധി പറഞ്ഞു, ഞങ്ങൾ അങ്ങനെയും ചെയ്തിട്ടില്ല മാഡം, അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യം ഞങ്ങൾക്ക് എന്താ, ഞങ്ങൾ അങ്ങനെ ചെയ്യുമോന്ന് ചോദിക്കുക.
ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. പക്ഷെ നാളെ ഫോറൻസിക്കുകാർ വരും, ഫിംഗർ പ്രിന്റും കാര്യങ്ങളും എല്ലാം എടുക്കും. അപ്പോഴറിയാം ഇത് ചെയ്തതാണോ ആരെങ്കിലും കൊണ്ട് ചെയ്യിച്ചാണോ എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു വരവും കൂടെ ഇങ്ങോട്ട് വരും, ആ വരവ് വെറുതെ ആയിരിക്കില്ല എന്ന് പറയാണ്. എന്നും പറഞ്ഞിട്ട് നിരഞ്ജനമാടെ അങ്ങോട്ട് പോവാണ്. ആ സമയം പൂർണിമ ഋതുവിനെ സ്വാധീനം നോക്കിയിട്ട് അങ്ങോട്ട് കയറി പോവാണ്. ആ സമയം സ്വാതി ഋതുവിനോട് പറഞ്ഞു, ചേച്ചി പിടിക്കപ്പെടുമോ എന്ന് ചോദിക്കുകയാണ്. എങ്ങനെ പിടിക്കപ്പെടാനായിട്ട്? അല്ല, ഇപ്പൊ തന്നെ മാഡം വന്നിട്ട് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ, നാളെ ഫിംഗർ പ്രിന്റുകാരൊക്കെ വന്ന് തെളിവെടുപ്പൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ, ചേച്ചി പറഞ്ഞ ആഴ്ച ആളെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവെന്ന് പറയാം. അങ്ങനെയൊന്നും സംഭവിക്കാതെ എന്ത് ചെയ്യണം നോക്കാനായിട്ട് എനിക്കറിയാം, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയാണ്. പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോൾ ശ്രീഹരിയുടെ അടുത്തേക്ക് സേതുവും പല്ലവിയും കൂടെ വരുവാണ്. അങ്ങനെ വന്നിട്ട് സേതു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ രാത്രി ഇവിടെ നിന്റെ അടുത്ത് നിൽക്കാന്ന് പറയാണ്. വേണ്ട സേതുവേട്ടാ, സേതുവേണ്ണും പല്ലവി ചേച്ചിയും കൂടെ വീട്ടിലേക്ക് പൊക്കോ, എന്തിനാ ഇനി ഇവിടെ നിൽക്കണേ, ഇവിടെ ഞാൻ മാത്രം മതി എന്ന് പറയാണ്. അപ്പൊ അച്ചു പറഞ്ഞു, ഞാൻ നിന്നോളാം സേതുവേട്ടാ, ഞാനിവിടെ ഉണ്ടല്ലോ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ചോളാം എന്നൊക്കെ പറയാണ്. അത് കേട്ടതും സേതു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ നിന്നോട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കില്ല കേട്ടോ എന്ന് പറയണം. ശരി എന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ടേക്ക് ഇറങ്ങുവാണ്. ആ സമയം അച്ചു അവരോടൊപ്പം പോവാണ്. അപ്പൊ സേതു ഇച്ചിരി ഫ്രണ്ടിൽ അങ്ങ് നടക്കുന്ന സമയത്ത് അച്ചുവിനോട് പല്ലവി പറഞ്ഞു, അതെ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയാണ്. ഏയ് വിഷമോ, എനിക്ക് സങ്കടമൊന്നുമില്ല, എന്നാലും ഇപ്പോഴും ശ്രീഹരിക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ടെന്ന് പറയണം. പൊന്നുമടത്തിലുള്ളവരാ ചെയ്തതെന്ന് ഇപ്പോഴും ശ്രീഹരി വിശ്വസിക്കുന്നുണ്ടെന്ന് പറയാം. പല്ലവി പറഞ്ഞു, എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ആരുടെ മേലും തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറ്റപ്പെടുത്താനായിട്ട് പറ്റത്തില്ലോ. ഒരുപക്ഷെ ആരും ആയിരിക്കില്ല, പുറത്തുനിന്നുള്ള ആരിലെങ്കിലും ആയിരിക്കും. നിങ്ങൾ തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പുറത്തുനിന്നുള്ള ഒരാൾ ചെയ്തിട്ട് നിങ്ങളെ തമ്മിൽ തെറ്റിപ്പിരിപ്പിക്കാനാണോ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണോ നടത്തിയെന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമുക്ക് വിശ്വസിച്ചുകൂടെന്ന് ചോദിക്കാം. അത് ശരിയാ, പക്ഷേങ്കിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഉറപ്പായിട്ടും പ്രതിയെ പിടികൂടുമെന്ന് പറയണം. ആ സമയത്ത് സേതു തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഒരു കാര്യമുണ്ട്, വധശ്രമത്തിനാണ് കേസ് എടുത്തിരിക്കുന്നത്. നിരഞ്ജന മാഡം അങ്ങനെ ഒരു കേസ് എടുത്തിരിക്കുന്നതുകൊണ്ട് ഇനി പേടിക്കേണ്ട കാര്യമില്ല, ഉറപ്പായിട്ടും മാഡം കണ്ടെത്തിയിരിക്കും ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും അവരെ കയ്യോടെ പിടികൂടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ പറയാം. അച്ചു പറഞ്ഞു, മാഡം ഉള്ളതുകൊണ്ട് ഒരു സമാധാനം ഉള്ളത്. പലയോട് നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ, വേറെന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിലോ എന്നൊക്കെ പറഞ്ഞ് അച്ചുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവരും കൂടി പോകാൻ തുടങ്ങുന്ന സമയത്ത് അച്ചു ഇങ്ങ് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് പല്ലവി അച്ചുവിൻ്റെ അടുത്തേക്ക് വരുവാണ്. അച്ചുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ചു ഇതാണ് നിനക്ക് വീണ് കിട്ടിയിരിക്കുന്ന അവസരം എന്ന് പറയാ. എന്താ പല്ലവി ചേച്ചി, നീ ശ്രീഹരിയുടെ ഭാര്യയാണ്, അപ്പൊ ശ്രീഹരിയുടെ വേണ്ട പോലെ കെയർ ചെയ്യണം, അറിയാലോ. നിനക്ക് ശ്രീഹരിയുടെ മനസ്സിൽ ഇടം നേടാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ്. പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കാം. ഉണ്ട്, അപ്പൊ അതുപോലെ ചെയ്താൽ മതി, എന്ത് വേണമെന്ന് നീ കണ്ടറിഞ്ഞ് ചെയ്തോണം. ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേനും നിങ്ങൾ രണ്ടുപേരും മനസ്സുകൊണ്ട് അടുക്കണം എന്നൊക്കെ പറയണം. ശരിയെന്ന് പറയണം. പിന്നീട് അവരങ്ങോട്ടേക്ക് പോവാം. ഈ സമയം അച്ഛൻ നേരെ മുറിയിലേക്ക് എന്നു. ശ്രീഹരി ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് കിടക്കുവാണ്. ആ കിടപ്പ് കണ്ടു അച്ഛന് ചങ്ക് തകർന്നു പോയി. പാവം, താൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ വിഷമങ്ങളും വേദനകളും ഉണ്ടാകുന്ന ഓർത്തിട്ട് അച്ഛന് നല്ല ടെൻഷനായിപ്പോയി. പിന്നീട് അച്ഛനോട് ശ്രീഹരി പറഞ്ഞു, അച്ഛനും കൂടെ പോയിക്കൊള്ളാൻ മേലായിരുന്നു, അച്ഛൻ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം. ഞാനും കൂടെ പോയ ശ്രീഹരിയുടെ അടുത്ത് ആരാ ഉള്ളേ, എനിക്ക് ആരുടെ ആവശ്യമില്ലെന്ന് പറയാം. ദേ എന്റെ ഭർത്താവാ ശ്രീഹരി, ശ്രീഹരിക്ക് ഒരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ നോക്കേണ്ട ആളാര് ഞാനല്ലേ. ഇപ്പൊ എനിക്കൊരു ആപത്ത് വന്ന് ശ്രീഹരി നോക്കത്തില്ലേ, അപ്പൊ അതുപോലെ തന്നെയല്ലേ ശ്രീഹരിക്ക് ആപത്ത് വന്നാലും. ചില സമയത്ത് ശ്രീഹരിയുടെ സ്വഭാവം എനിക്ക് മനസ്സിലാകത്തെ, എന്നെ ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലപ്പോഴാണെങ്കിലോ എന്നോടാണെങ്കിൽ ഒട്ടും ഇഷ്ടം കാണത്തില്ല. എന്താ ശ്രീഹരി ഇങ്ങനെ, ഇപ്പൊ എന്നോടും ദേഷ്യമായെന്ന് ചോദിക്കാം. അച്ഛനോട് ദേഷ്യപ്പെടാനാ ഞാൻ അങ്ങനെ ദേഷ്യപ്പെടുവോ എന്ന് ചോദിക്കുകയാണ്. ശ്രീഹരിയുടെ മുഖത്ത് ഭയങ്കര പാവത്വമാണ് അപ്പൊ തോന്നുന്നേ. ആ സമയം അച്ചു പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ ഫുഡ് എടുത്ത് തരാന്ന് പറയാം കഴിക്കാനായിട്ട്. ശ്രീഹരിക്ക് വേറെ നിവൃത്തിയില്ല, ട്രിപ്പൊക്കെ ഇട്ട് കിടത്തിയേക്കും അങ്ങനെ. പിന്നീട് അച്ചു ഇങ്ങനെ കഞ്ഞി കോരി കൊടുക്കുകയാണ് ശ്രീഹരിക്ക്. ശ്രീഹരി അത് കഴിച്ചു. പിന്നീട് ചുണ്ടൊക്കെ തുടച്ചെല്ലാം കൊടുക്കുകയാണ്. ശ്രീഹരിക്ക് അറിയാതെ കണ്ണു നിറഞ്ഞു വന്നു. ഒരു പക്ഷേങ്കിൽ ഇവളുള്ളത് കൊണ്ടല്ലേ ഇപ്പം താനൊരു അനാഥനാണ്, തനിക്കൊരു കല്യാണം കഴിഞ്ഞൊരു ഭാര്യ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ നോക്കുന്നു, അല്ലെങ്കിൽ ഈ സമയത്ത് ആരായിരിക്കും തൻ്റെ അടുത്ത് ഇങ്ങനെ തന്നെ നോക്കാനായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കുക. അതൊക്കെ ഓർത്ത് കഴിയുമ്പോഴത്തേന് ശ്രീഹരിക്ക് കണ്ണു നിറഞ്ഞു വന്നു. അച്ചു ചോദിച്ചു എന്താന്ന് ചോദിക്കാം. ഒന്നുമില്ലാന്ന് പറയാം, വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ അച്ചു പറഞ്ഞ് ശ്രീഹരിനെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം സേതുവും പല്ലവിയും കൂടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവരൊരു കട്ടൻ ചായ കുടിക്കാനായിട്ട് അവിടുത്തെ വണ്ടി നിർത്തി. അങ്ങനെ വണ്ടി നിർത്തി പല്ലവിക്ക് കൊണ്ടുപോയി കട്ടൻ ചായ മേടിച്ചു കൊടുക്കുകയാണ് സേതു. ഈ സമയത്ത് സേതു പറഞ്ഞു, അതെ ഒരു കാര്യമുണ്ട്, ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും ഉടനെ തന്നെ മിക്കവാറും നിരഞ്ജന മാഡം കണ്ടെത്തുമായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, അത് ശരിയാ, കണ്ടെത്താതിരിക്കാൻ പറ്റില്ലല്ലോ. മാഡം ഒരു കേസ് അന്വേഷിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ
ഉറപ്പായിട്ടും അധികം വൈകാതെ തന്നെ അതിന്റെ കണ്ടെത്തലുകളൊക്കെ നടത്തിയിരിക്കുമെന്ന് പറയാം. ഒരു നല്ല കാര്യമായി പോയി മാഡം എന്തായാലും വധശ്രമത്തിനും കൂടെ കേസെടുത്തേ. എനിക്ക് തോന്നേ ശ്രീഹരി എന്നോ നമ്മളിന്ന് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. എന്ത്? അല്ല, അവൻ ആദ്യം ഓടി വന്ന സമയത്ത് മിക്കവാറും കൊലയാളി മിക്കവാറും അവനെയും കൂടെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് അവന് പൊള്ളലേറ്റേന്ന്. അത് ശരിയാണല്ലോ. അവനെന്താ എന്നിട്ട് അത് പറയാത്തെ? അവൻ അങ്ങനെയാ. അവൻ ആരോടും ചിലപ്പോൾ അതൊന്നും പറയാൻ വഴിയില്ല. നമ്മൾ പതുക്കെയല്ലേ വന്ന് ആ സമയത്ത് കൊലയാളി അവിടുന്ന് മാറിയിട്ടുണ്ടായിരിക്കുമെങ്കിലോ, നമ്മൾ ചിലപ്പോൾ വേദനിക്കുമെന്ന് കരുതിയിട്ടാണെങ്കിലോ അവൻ പറയാതിരിക്കുന്നേ. അത് ശരി, അങ്ങനെ ഒരു ചാൻസ് ഉണ്ടല്ലേ? അല്ലെ അത്രമാത്രം അവനെ പൊള്ളേണ്ട കാര്യമില്ലോ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പല്ലി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മാഡം ഉറപ്പായിട്ടും അത് കണ്ടെത്തുന്നു തന്നെ പറയാണ്. എന്നാലും ആരായിരിക്കും ഈ ക്രൂരകൃത്യം ചെയ്തേ? ഒരിക്കലും അവർക്ക് സ്വസ്ഥത കിട്ടാൻ പോകുന്നില്ല സേതുവേട്ടാ. പൊന്നുമടത്തിലുള്ള ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കയ്യോടെ പോലീസ് പിടികൂടും. ഇനിയിപ്പോ പുറത്തുനിന്ന് ആരെങ്കിലും ആണോന്നും അറിയത്തില്ലല്ലോ. ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു, പുറത്തുനിന്ന് അങ്ങനെ ആരും ചെയ്യാൻ വഴിയില്ല. അല്ല, ആ നിഖിലോ മറ്റോ അവർക്കൊക്കെ ശ്രീഹരിയുടെ ദേഷ്യം ഉണ്ടല്ലോ. ഓ, അങ്ങനെയൊന്നും ഒരിക്കലും നിഖിൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല. അവൻ ഇവിടെ വന്ന് അത്ര ചെയ്യാനായിട്ട് ധൈര്യപ്പെടുവോ? അത്രയ്ക്ക് ധൈര്യം അവന് പോരായിരിക്കും. ഓട്ടോറിക്ഷ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ളേ കൃത്യം നോക്കി ഇരുന്നിട്ട് ചെയ്ത പോലെ ഉണ്ടല്ലോ അത്. കാരണം രാത്രിയായിട്ടല്ലേ അച്ചും ശ്രീഹരിയും കൂടെ വീട്ടിലേക്ക് വന്നേ. ആ സമയത്ത് ഇങ്ങനെ പാത്തു പതുങ്ങി ചെയ്യണമെങ്കിൽ അത് കരുതി കൂട്ടി ചെയ്താവാനാണ് ചാൻസ്. ഒരുപക്ഷെ ചെയ്തോ ചെയ്യിച്ചോ അത് നമുക്കറിയത്തില്ല. കണ്ടെത്തട്ടെ പോലീസ്. കണ്ടെത്തി കഴിയുമ്പോൾ അവർക്ക് ഉറപ്പായിട്ട് ശിക്ഷ കിട്ടുമെന്ന് പറയാണ്. പിന്നീട് അവർ പൊന്നുമടത്തിലേക്ക് വരിക. പൊന്നുമടത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഋതു സാധ്യം കൂടെ അങ്ങോട്ടേക്ക് ചെന്നു. ഋതു അവരെ കണ്ടപ്പോൾ ചോദിച്ചു, എങ്ങനെയുണ്ട് പോയിട്ടെന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പല്ലി പറഞ്ഞു, കുഴപ്പമില്ല, വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്വാതി പറഞ്ഞു, അങ്ങേർക്ക് എന്തായാലും കിട്ടാനുള്ള കിട്ടിയെന്ന് പറയണം. ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇത് ഈ പറഞ്ഞ സ്വാതി പറഞ്ഞ കാര്യം സേതുവിന്. സേതു പറഞ്ഞു, നീയൊക്കെ അധികം സന്തോഷിക്കുകയൊന്നും വേണ്ട. ഇതിന് പിന്നിൽ ആരാണെങ്കിലും അധികം വൈകാതെ തന്നെ കണ്ടെത്തുമെന്ന് പറയണം. ഋതു പറഞ്ഞു, ആരാണെങ്കിലും കണ്ടെത്തട്ടെ, അത് ഞങ്ങൾക്ക് എന്താ കുഴപ്പം? ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ലെന്ന് പറയാം. പങ്കുണ്ടോ ഇല്ലയെന്നൊക്കെ പോലീസുകാരെ തെളിയിച്ചോളൂ എന്ന് പറയാം. അതിന് ഞങ്ങൾ എന്തിനാ പേടിക്കണേ? ഇതൊക്കെ പറയുമ്പോഴും ഋതുവിന്റെ മുഖത്ത് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് സേതുവും പല്ലവിയും നന്നായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്തു. പിന്നീട് പറഞ്ഞു, എന്നാലും ഇത്രയ്ക്ക് വലിയ ചതി ആ പാവത്തിനോട് ചെയ്യേണ്ടിയിരുന്നില്ല. അതിന് മാത്രം എന്ത് തെറ്റാ അത് ഈ കുടുംബത്തിലുള്ളവർ ചെയ്തേ? ആരോടും അത്രമാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ലോ എന്ന് പറയണം. സ്വാതി പറഞ്ഞു, ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? അയാള് എന്റെ അച്ചു ചേച്ചിയുടെ ജീവിതമല്ലേ നശിപ്പിച്ചേ. ഒരു ഓട്ടോക്കാരൻ എന്റെ ചേച്ചിനെ വിവാഹം കഴിച്ചിരിക്കുന്നു. പുറത്തു പോലും പറയാൻ വേണ്ടി നാണക്കേടാന്നൊക്കെ പറയണം. അത് കേട്ടപ്പം ശ്രീഹരി അത് കേട്ട് കഴിഞ്ഞപ്പോ സേതു പറഞ്ഞു, നിനക്ക് എന്തിനാ ഇത്രമാത്രം നാണക്കേട്? അച്ഛനും നാണക്കേടില്ല, പിന്നെ നീയൊക്കെ എന്തിനാ നാണം കിടന്നെന്ന് ചോദിക്കാം. നിന്റെയൊക്കെ നാണക്കേട് മാറ്റും. അടുത്ത ദിവസം പോലീസ് അന്വേഷിച്ചെന്ന് കണ്ടെത്തിക്കട്ടെ, അപ്പം നമുക്കറിയാം കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് വൈകുന്നേരം കാണാം കേട്ടോ.